ഹലോ ഗായ്സ്, ഇപ്പോൾ സമയം രാവിലെ 5:30 ആയിട്ടുണ്ട്. അച്ഛൻ്റെ കുടുംബാമ്പലമാണ് കുമ്പളങ്കിയിൽ. അപ്പോൾ ആ അമ്പലത്തിലൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ്. അവർ അമ്മൂസും ഷെനും എഴുന്നേറ്റിട്ടില്ല. ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അവരെഴുന്നേൽക്കുന്നതിന് മുന്നേ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും ഷെൻ എഴുന്നേറ്റ് കുളിക്കാനൊക്കെ പോയിട്ടുണ്ട്. അമ്മൂസിനെ കുളിപ്പിച്ച് കയറ്റി അകത്തിട്ടിട്ടുണ്ട്. ഞാനൊന്ന് കുറച്ച് റെഡിയായി കഴിഞ്ഞിട്ട് അവളെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് ഇടാനുള്ള ഉടുപ്പെല്ലാം ഞങ്ങൾ ആ ഷെൽഫിലാണ് വെച്ചിരിക്കുന്നത്. എന്ത് പറ്റിയെന്നറിയത്തില്ല, എന്തായാലും നല്ല അടങ്ങി നല്ല മിടുക്കിയായിട്ട് നല്ല ഇരിപ്പുണ്ട്. ഞാൻ പറയുന്നതൊക്കെ കേട്ട് ടാറ്റ പോകാമെന്ന് പറയുമ്പോൾ എല്ലാവരും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവളെയും കൂടെ റെഡിയാക്കിയിട്ട് ഞാനിവിടെ റെഡിയാകാമെന്ന് വിചാരിച്ച് ബാക്കി. അവൾ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് കണ്ണൊക്കെ എഴുതാൻ. എന്നാലും ഭയങ്കര ഇഷ്ടം, ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ചില സമയത്ത് ഇത് കണ്ടില്ല, ചില സമയത്ത് അവൾക്ക് കണ്ണ് എഴുതാൻ സമ്മതിക്കത്തില്ല. കണ്ണ് മൂടി വെച്ചിട്ട് ഇരിക്കുക. ഞാനെന്നാൽ കണ്ണ് എഴുതിക്കണ്ട, കാരണം പോകണ്ടേ നമുക്ക്. അപ്പോൾ കണ്ണ് എഴുതിച്ചാലല്ലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഒരമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇച്ചിരി സുന്ദരിയായിട്ടൊക്കെ പോകണ്ടേ എനിക്കത് ഏറ്റവും കൂടുതൽ ഇഷ്ടം സുന്ദരിമാരായിട്ട് പോകണം. അപ്പം ഞാൻ അവളോട് ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. എഴുതിയിട്ടേ കൊണ്ടുപോകത്തുള്ളൂ, അല്ലെങ്കിൽ അമ്മൂസിനെ ഇവിടെ എടുത്തിട്ടേ പോകത്തുള്ളൂ, ഞാനും അച്ഛൻ അമ്മാമ്മയും കൂടെ പോകും എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ അവളെ ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ടും അവളെ സമ്മതിക്കുന്നില്ല. അവൾക്ക് കണ്ണെഴുതാൻ അവൾ ഒട്ടും സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ കണ്ണൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. കണ്ടോ, അമ്മ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ആശാട്ടിക്ക് ഇച്ചിരി മനസ്സിലൊരിത് വന്നിട്ടുണ്ട്. എഴുതണമെന്നുണ്ട്, എന്നാൽ എഴുതണ്ടെന്നുണ്ട്. പിന്നെ അവളങ്ങ് എഴുതാമെന്നങ്ങ് തന്നു. ഞാനപ്പോൾ കണ്ണിൻ്റെ പുറത്ത് തന്നെ ആദ്യം എഴുതാമെന്ന് വിചാരിച്ചു. അകത്ത് എഴുതാനാണെങ്കിൽ അവൾ ആദ്യം സമ്മതിക്കത്തില്ല. ഒരു കണ്ണിൻ്റെ പുറത്തെഴുതാനൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പറയുന്നുണ്ട്, മോനിപ്പോൾ തുറക്കല്ലേ, കണ്ണ് തുറക്കരുത്, തുറന്നാൽ അത് പോകും, അത് കാരണം നമ്മൾ അടച്ച് പിടിച്ച് വെച്ചിട്ടുണ്ട്.
എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളെല്ലാവരും ഇറങ്ങി വഴിയിലോട്ട് ഞാനും മിഷനോട് നടക്കുന്ന ആ വീഡിയോ ആണ് എനിക്ക് എടുക്കാൻ പറ്റുന്നത്. എൻ്റെ കൂടെ വീഡിയോയ്ക്ക് ഫ്രണ്ടിൽ വരാൻ മാത്രം ഭയങ്കര മടിയാവശ്യം കേട്ടോ. അതാണ് പെട്ടെന്നങ്ങ് പോകുന്നത്. മുഖം തരുത്തേ ഇല്ല ഇതിൽ. ഇതൊക്കെ ഞാൻ അവരറിയാതെ എടുക്കുന്ന വീഡിയോ, അത് കാരണം എന്തെങ്കിലും മുഖം കിട്ടിയിട്ടില്ല. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ബസ് കിട്ടി. വളരെ വേഗം ബസ് കിട്ടി. അവിടെ നിന്ന് നേരെ തുറവൂർ ചെന്ന് അവിടെ ഇറങ്ങി കുറച്ചൊരു 3/4 മണിക്കൂർ ഞങ്ങളവിടെ പോസ്റ്റായി നിന്നത്. അപ്പോഴത്തേനും അമ്മൂസ് ബസ്സിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ബസ് കിട്ടി. ഞങ്ങൾ കുമ്പളങ്ങിൽ വന്നു. അവിടുത്തെ ഇതാണ് അമ്പലം, നല്ലൊരു വൈബുള്ള അമ്പലം തന്നെയായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് മൈൻഡായിരുന്നു. അതുപോലെ പിന്നുള്ള വിഷമം പറയുമ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്ന ഒരുപാട് നാളിന് ശേഷമായിരുന്നു. അത് കാരണം ബാക്കി വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇവിടെ നേരെയുള്ള വീഡിയോ മാത്രം എടുക്കാം. തിരിച്ച് വീട്ടിൽ വന്നതും അവിടുന്ന് ബസ് കയറിയതും തിരിച്ച് വീട്ടിൽ വന്നതും ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത വ്ലോഗിൽ കാണാൻ കഴിച്ചിട്ടാണ്.